ഈ ഒരൊറ്റ അച്ചാർ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും വീട്ടിൽ നമ്മൾ ലഞ്ചിന് വേറെ കൂട്ടാനുകളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഈ ഒരു അച്ചാർ കൂട്ടിയാൽ എത്ര വേണമെങ്കിലും നമുക്ക് ചോറ് കഴിക്കാനായിട്ട് പറ്റും. ബീഫ് അച്ചാറാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴുകി വൃത്തിയാക്കി അതിന് നെയ്യൊക്കെ കളഞ്ഞപ്പോൾ ഒരു 1.5 കിലോനേ ഉള്ളൂ. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3/4 ഭാഗം കുക്കായാൽ മതിയിട്ട്. എന്നിട്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം വെള്ളം ഇതിൽ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറ്റിച്ചെടുക്കണം. ഈ കുക്കറിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ ബീഫിൽ നെയ്യില്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നെയ്യുണ്ടായ ബീഫ് അച്ചാർ പെട്ടെന്ന് കേടായി പോകും. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഇത് നമുക്ക് നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കാം. നമ്മൾ ഓയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം നല്ലെണ്ണയിൽ കടുകും ഉലുവയും ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. നല്ലെണ്ണയിലാകുമ്പോൾ അച്ചാർ കുറേ കാലം കേടാവാതെ ഇരിക്കും കേട്ടോ. അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് നോർമൽ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക. ചെറിയ തീയിലിട്ടാൽ മതി. പിന്നെ അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം, വിനാഗിരി ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര മസ്റ്റായിട്ടൊന്ന് ചേർക്കണേ. പിന്നെ അതിലേക്ക് നമ്മൾ മൊരിയിപ്പിച്ചെടുത്തിട്ടുള്ള ബീഫ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. നന്നായി ചൂടാറിന് ശേഷം ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചേക്കാം.